പാലക്കാട് UDF കോട്ട് പിഴുതെറിയാനിറങ്ങിയ BJPക്ക് വലിയ തിരിച്ചടിയാണ് വോട്ടർമാർ നൽകിയത്. 3000-ൽ പരം വോട്ടിന്റെ ലീഡിൽ നിന്ന് കോൺഗ്രസുമായുള്ള ദൂരം 18,000-ലേക്ക് വർദ്ധിക്കുകയാണ് പാലക്കാട് സംഭവിച്ചത്. പാലക്കാട് തങ്ങളുടെ A ക്ലാസ് മണ്ഡലമാണെന്നും അവിടെ ഇക്കുറി വിജയം പിടിച്ചെടുക്കുമെന്നുമായിരുന്നു K സുരേന്ദ്രൻ എന്ന സംസ്ഥാന അധ്യക്ഷന്റെ വീരവാദം. എന്നാൽ വലിയ തിരിച്ചടി കിട്ടിയതോടെ ഇപ്പോൾ സുരേന്ദ്രൻ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണ്. തോൽവിക്ക് പിന്നാലെ പതിവ് വിശദീകരണവുമായി സുരേന്ദ്രനും മറ്റ് BJP നേതാക്കളും രംഗത്ത് വന്നു എങ്കിലും പിന്നീട് ഇവരുടെ അഡ്രസ് പോലും ഉണ്ടായില്ല എന്നതാണ് വാസ്തവം. വൈകുന്നേരത്തെ അന്തിച്ചർച്ചകളിൽ വന്ന് പല BJP നേതാക്കളും മെഴുകിയപ്പോഴും സുരേന്ദ്രനെ എങ്ങും കണ്ടില്ല. പാലക്കാട് നൽകിയ വൻ പരാജയത്തിന്റെ ചുവട് പിടിച്ച് K സുരേന്ദ്രനെതിരെ BJPക്കുള്ളിൽ പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരേന്ദ്രന്റെ സ്ട്രാറ്റജികൾ അമ്പേ പരാജയമാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞുവെന്നാണ് നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നത്. തൃശൂരിൽ താമര വിരിയിച്ചു എന്ന് വീമ്പ് പറയുന്ന സുരേന്ദ്രന് പക്ഷേ തന്റെ വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കാൻ സുരേഷ് ഗോപിയും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാലക്കാട് നേരിട്ടിറങ്ങി കുളം കലക്കി വിജയം പിടിച്ചെടുത്ത് തന്റെ കഴിവ് പ്രകടമാക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. എന്നാൽ സമീപകാലത്ത് ഏറ്റവും വലിയ തോൽവി നൽകി പാലക്കാട് തിരിച്ചടിച്ചതോടെ സുരേന്ദ്രന് നിക്കക്കള്ളിയില്ലാതായിരിക്കുകയാണ്. ഉടൻ തന്നെ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കും. പാലക്കാട് പിടിച്ചെടുത്തിരുന്നു എങ്കിൽ വരുന്ന 2 ടേമുകളിൽ എതിരില്ലാതെ സുരേന്ദ്രന് BJPയുടെ അമരത്ത് വാഴാമായിരുന്നു. പക്ഷെ സംഭവിച്ചത് മറ്റൊന്നായതുകൊണ്ട് തന്നെ വേറെ വഴികൾ സംസ്ഥാന പ്രസിഡന്റിന് മുന്നിൽ ഇല്ല എന്നതാണ് വാസ്തവം. എന്തായാലും കൃഷ്ണദാസ് പക്ഷം ഉൾപ്പെടെയുള്ളവർ നേതൃത്വത്തിന്റെ വീഴ്ചയ്ക്കെതിരെ രംഗത്തെത്തി കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം മുതൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടെ സന്ദീപ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ എത്തിയതുവരെ BJPക്ക് തിരിച്ചടിയായെന്നാണ് വിമർശനം. പാലക്കാട് ശ്രീകൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ സന്ദീപ് വാര്യർ അപമാനിച്ച് ഇറക്കിവിട്ടതിന് പിന്നിലും ഔദ്യോഗിക പക്ഷത്തിന്റെ കടും പിടുത്തമാണ് എന്നും വിമർശനമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന പ്രസിഡന്റിന് സാധിച്ചില്ല എന്നും വിമർശനം വന്നുകഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ നേരിട്ട അപ്രതീക്ഷിത തിരിച്ചടി ചർച്ച ചെയ്യാൻ അടിയന്തര കോർ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നും കൃഷ്ണദാസ് പക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും മുൻ മന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് കടുത്ത അതൃപ്തിയുമുണ്ട്. BJP A ക്ലാസ് മണ്ഡലമെന്ന് കരുതുന്ന പാലക്കാട് ഇത്തവണ കുറഞ്ഞത് 10,000-ലധികം വോട്ടുകളാണ്. BJP ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടു. BJP ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും C കൃഷ്ണകുമാറിന് ലീഡുണ്ടാക്കാൻ സാധിച്ചില്ല. മണ്ഡലത്തിൽ 18,724 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് UDF സ്ഥാനത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. ഇതോടെയാണ് നേതാക്കൾ സുരേന്ദ്രനെതിരെ വാളെടുത്തിരിക്കുന്നത്.